അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോലാരാധ്യനില്ല. ഹല്ലേലൂയാ, 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 സങ്കീർത്തനം ശബത്ത് നാൾക്കുള്ള ഒരു ഗീതമെന്നാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവത്തിനു വേണ്ടി വേർതിരിച്ചു വെച്ചിരുന്ന ഒരു ദിവസമാണ്. ബാക്കി ദിവസങ്ങളിലെല്ലാം അവരവരവരുടെ ജോലി കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയും ശബത്ത് ദിവസം ഭവനത്തിൽ വേർതിരിക്കപ്പെട്ടവരായി മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റി കർത്താവിൻ്റെ കൃപയെ പഴയ നിയമ വ്യവസ്ഥകളുടെ അകത്ത് നിന്ന് അവർ നിവർത്തിച്ചിരുന്ന സമയങ്ങളാണ് ശബത്ത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് ഇപ്പോൾ നിലവിൽ ശബത്ത് ആചരണം നാം അനുവർത്തിക്കുന്നില്ല. എന്നാലും ഇപ്പോഴും അങ്ങനെ ആചരിക്കുന്ന ഒരു സഭ ഉണ്ട് എന്നുള്ളത് നമുക്കേവർക്കും നന്നായിട്ടറിയാം. ശനിയാഴ്ച ആരാധന നടത്തുന്ന ഒരു സഭ, സെവന്ത് ഡേ, അവരിപ്പോഴും ആ ആചരണങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ പഴയ നിയമ വെളിച്ചത്തിൽ ആ ഒരു കാര്യത്തിൻ്റെ നിവൃത്തിയോട് ബന്ധപ്പെട്ട ആ ദിവസത്തേക്ക്, അല്ലെങ്കിൽ അന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കീർത്തനമായി വേണമെങ്കിൽ ഈ സങ്കീർത്തനത്തെ കാണുന്നതിനകത്ത് തെറ്റില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എപ്പോൾ ചെയ്തതാണെങ്കിലും എല്ലായ്പ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് കടന്നു വരുമ്പോഴും കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. 92 സങ്കീർത്തനം നമുക്ക് പല നിലകളിൽ തിരിച്ച് അതിൻ്റെ വേദഭാഗങ്ങളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയും. ഇതിനകത്ത് ഒരു ദൈവഭക്തൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്ത് ഉണ്ട്. അപ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്ത് ഉണ്ട്. നാം ചില കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഒടുവിലായി പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ നാമും ദൈവവും കൂടി തമ്മിൽ ചെയ്യേണ്ട ചില പ്രവൃത്തികളും നമുക്ക് തിരുവെഴുത്തിനോട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കും. നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. അപ്പോൾ തന്നെ ദൈവവും നാമും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട കുറേ ദൗത്യങ്ങൾ ദൈവം നമുക്ക് അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നിറഞ്ഞ ദൈവ സാന്നിധ്യത്തോടു കൂടി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മോട് നിശ്ചയമായിട്ടും വിശ്വസ്തത പാലിക്കും. തീരുമാനങ്ങളിൽ പലപ്പോഴും ലംഘനം വരുന്നത് നമുക്കാണ്. നമ്മളാണ് നേർച്ചകൾ നേർന്നിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് സമർപ്പിക്കപ്പെട്ടിട്ട് അതിനോട് കൂറു പുലർത്താതെ പോകുന്നതും നിവർത്തിക്കാതെ പോകുന്നതും നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെയൊക്കെ അത്തരത്തിലെ സ്വഭാവങ്ങൾക്ക് ബൈബിളിൽ ഒരുപാട് നിഴൽചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് എപ്പോഴും ഓർക്കാറുള്ളത് പോലെ പൂർവ്വപിതാക്കന്മാരിൽ മൂന്നാമനായിരിക്കുന്ന യാക്കോബ് ബഥേലിൽ വെച്ചെടുത്ത തീരുമാനവും ലൂസിൽ വെച്ചെടുത്ത തീരുമാനവും അതിൻ്റെ നിവൃത്തിയോട് ബന്ധപ്പെട്ട് താൻ കാണിച്ച അവിശ്വസ്തതയും ഒടുവിൽ ദൈവം അവനെ അവൻ്റെ തീരുമാനത്തിലേക്ക് ബലപ്രയോഗം നടത്തി മടക്കിക്കൊണ്ടുവരുന്നതുമൊക്കെ
ഒരു ദുരന്ത ചിത്രമായിട്ട് തിരുവെഴുത്തിൻ്റെ താളുകളിൽ അവശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗതികേടായി വരാതെ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം, അപ്പോൾ ദൈവം ചെയ്യേണ്ടതൊക്കെ ദൈവം ചെയ്യും. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തത പാലിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിനകത്തെ അർത്ഥം ഇങ്ങനെയാണ്: നാം ദൈവത്തോട് പറഞ്ഞ തീരുമാനങ്ങൾ ഒരു വേള നാം പാലിച്ചില്ലെങ്കിലും ദൈവം നമ്മോട് പറഞ്ഞതൊക്കെ ദൈവം പാലിക്കും. പക്ഷേ അങ്ങനെ ഒരു പാലനം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നിശ്ചയമായും നാം ചെയ്യേണ്ട കാര്യത്തിന് നാം കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് നാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ബേഥേലിൽ വരാമെന്ന വാക്ക് കൊടുത്തിട്ടല്ലേ യാക്കോബ് ലൂസിൽ നിന്ന് മടങ്ങിപ്പോയത്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിലെടുത്ത തീരുമാനത്തിൽ അവൻ പറഞ്ഞു, കഴിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, അപ്പൻ്റെ ഭവനത്തിലോട്ട് എന്നെ ക്ഷേമമായി കൂട്ടിവരുത്തണം, നീ എൻ്റെ കൂടെ ഇരിക്കണം. ഇതെല്ലാം ഈ 4 കാര്യങ്ങളും ദൈവം മുടക്കിയില്ല, അത് 4ഉം ദൈവം അവന് നൽകി കൊടുത്തു. കൂടെ ഇരുന്നില്ലേ? ആ യാത്രയിൽ ഉടനീളം ദൈവം കൂടെ ഇരുന്നില്ലേ? ദൈവം കൂടെ ഇരുന്നു. കൊള്ളരുതായ്മയുടെ ഭാഗമായി ചില കാര്യങ്ങൾ യാക്കോബ് ചെയ്യുമ്പോഴും ദൈവം അവൻ്റെ കൂടെ ഇരുന്നു എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദൈവം കൂടെ ഇരുന്നു എന്നുള്ളത് യാക്കോബ് പറയുന്നത് എപ്പോഴാണ്? തിരിച്ചു വരുമ്പോൾ ലാബാൻ അവനെ പിടിക്കാൻ വേണ്ടി പുറകെ വരുന്നു. അവര് പിറ്റേ ദിവസം ഒരുമിച്ച് സമാഗമിക്കുന്ന സമയം യാക്കോബ് ലാബാനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്: എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളഞ്ഞേനെ. അതിനകത്തെ അർത്ഥം എന്നാ? കാണത്തക്ക നിലയിൽ ഒരുപക്ഷെ അവൻ്റെ കൂടെ ഒരാളത്വമായി ദൈവം ഇറങ്ങി നിന്നില്ലെങ്കിലും വെറും കൈയോടെ വിടാനുള്ള ലാബാന്യ പദ്ധതികൾ, തന്ത്രങ്ങൾ 8 നാള് പൊട്ടാൻ കാരണം തമ്പുരാൻ അവൻ്റെ കൂടെ ഇറങ്ങി നിന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം പറഞ്ഞതെല്ലാം ദൈവം പാലിച്ചു. ധരിപ്പാൻ വസ്ത്രം കൊടുത്തു, കഴിപ്പാൻ ആഹാരം കൊടുത്തു. എന്തിനേറെ ദൈവം അവൻ്റെ കൂടെ ഇരുന്നു. അപ്പൻ്റെ ഭവനത്തിലോട്ടുള്ള മടക്കയാത്രയിലും ദൈവത്തിൻ്റെ പരിപാലനം കൂടെ ഇരുന്നു. അന്നേരവും യാക്കോബ് പറഞ്ഞ വസ്തുതയാണ് അന്നും നിവർത്തിക്കപ്പെടാതെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 34-ാമത്തെ അധ്യായത്തിലെ ഒരു ദുരന്ത ചരിത്രം യാക്കോബിന്റെ ജീവിതത്തിൽ വന്നു കയറേണ്ടതല്ല, വരുത്തി വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. സുക്കോത്തിലോട്ട് പോയി. ഏശാവിനോട് അവന്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് സുക്കോത്തിന് പോയി. ബേഥേലിൽ വരാമെന്ന് ദൈവത്തോട് പറഞ്ഞവൻ വാക്കുകളൊക്കെ തെറ്റിച്ചപ്പോൾ നമുക്കറിയാം, ഒടുവിൽ ഒരു പ്രതിസന്ധിയിൽ അവനെ ഉൾപ്പെടുത്തിയിട്ട് 35-ാമത്തെ അധ്യായത്തിലേക്ക് അവനെ ദൈവാത്മാവ് എത്തിക്കുകയാണ്. തർഗൂം ഭാഷാന്തരത്തിൽ ഈ തകർച്ചകളൊക്കെ സംഭവിച്ച് നിങ്ങൾ എന്നെ ഈ ദേശത്ത് നാറ്റിച്ചു എന്ന് സ്വന്തം മക്കളോട് താനും നിരാശാപൂർവം പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്. തർഗൂം ഭാഷാന്തരത്തിൽ, നമ്മുടെ ബൈബിളിൽ അങ്ങനല്ല കിടക്കുന്നത്. ഇനിയെങ്കിലും നിനക്ക് ബേഥേലിലേക്ക് വന്നുകൂടെ എന്നാ ദൈവം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിനക്ക് ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു, ഇങ്ങനെ ഒരു നാറ്റക്കേസ് ഒഴിവാക്കാമായിരുന്നു, മകൾ അപമാനപ്പെട്ടത് നിനക്ക് ഒഴിവാക്കാമായിരുന്നു. ബേഥേലിൽ എൻ്റെ അടുക്കൽ വരേണ്ട സമയത്ത് നീ ആടുമാടുകൾക്ക് വേണ്ടി ജ്യേഷ്ഠനെ കബളിപ്പിച്ചും ആടുമാടുകളുടെ സ്വസ്ഥമായ വിഹാരത്തിനു വേണ്ടി സുക്കോത്ത് തിരഞ്ഞെടുത്തത് കൊണ്ടുമൊക്കെയാണ് ഇത്തരത്തിലെ ഒരു പ്രതിസന്ധി ജീവിതത്തിലിട്ട് വന്നു കയറിയത്. എന്തിനാണ് ഞാനിത് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മോട് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ നാം പലപ്പോഴും ചെയ്യുന്നതിനകത്ത് നമ്മൾ കടമകൾ മറക്കാറുണ്ട്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാറുണ്ട്. 92-ാം സങ്കീർത്തനം നമ്മോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം, നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യണം. എന്താണ് നാം ചെയ്യേണ്ടത്? അതിൻ്റെ 1-2 വാക്യങ്ങൾ: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാരിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്, ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. വാരിത്രം കൊണ്ടോ വീണ കൊണ്ടോ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത് നല്ലതാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നൊരു ഭാഗത്ത് പറയുമ്പം ഇവിടെ അതിനെ മറ്റൊരു ഭാഷയിൽ പറയുകയാണ്. സ്തുതിക്കുന്നത് നല്ലതാണെന്ന്, ആരാധിക്കുന്നത് നല്ലതാണെന്ന്. വാരിത്രം കൊണ്ട് അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നല്ലതാണെന്ന് പറയുമ്പം അതിനൊരു മറുപുറം കൂടിയുണ്ട്. സ്തുതിക്കാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല, ആരാധിക്കാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരു കാര്യം നല്ലതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മറുഭാഗം എഴുതിയിട്ടില്ലെങ്കിലും അതുകൂടി ഉൾക്കണ്ടുകൊണ്ട് വേണം നാം ദൈവത്തെ സ്തുതിക്കാൻ. ഇന്ന് പകലിൽ വഴിയിൽ കണ്ട പലരോടും നാം പറഞ്ഞത്,
നാം ആരാധനയ്ക്ക് പോരുക എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. ഇന്ന് പകൽ ഇവിടെ വന്ന് ഇത്രയും സമയമായിട്ട് പാട്ടുകൾ പാടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനൊരു സ്തുതി അർപ്പിച്ചോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പരപ്രേരണ കൂടാതെ ഒരു ആരാധന പുറത്തു വന്നോ. സംഗീതക്കാർ പറഞ്ഞതുകൊണ്ട് നമ്മ കൈ ഉയർത്തിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് കൈ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ആരും പ്രേരണ ചെലുത്താതെ കഴിഞ്ഞ ഒരാഴ്ച ദൈവം നടത്തിയതോർത്ത് അറിയാതെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? അതോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാൻ ഇവിടെ വന്ന കാഴ്ചക്കാരെ പോലെയാണെങ്കിൽ ഇന്ന് പകൽ നാം ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെന്നറിയണം. ഈ പകൽ ദൈവം നമ്മോട് ഈ സങ്കീർത്തനത്തിൽ കൂടി ആവശ്യപ്പെടുന്നത് നാം ചെയ്യേണ്ടത് നാം ദൈവം മുൻപാകെ ചെയ്യുവാൻ തയ്യാറാകണം. നമ്മുടെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ആരാധന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ വചനധ്യാനം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നാം ചെയ്യണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായി ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. കരമുയർത്തി ഒരു സ്തോത്രം കൂടി ഒന്ന് പറയാമോ? ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയുടെ മറുപടിയെ ഇവിടെ കൊണ്ടുവരികയാ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മറുപടി ഇവിടെ കൊണ്ടുവരികയാ. വചനം ധ്യാനിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ശബ്ദത്തെ ഇവിടെ കൊണ്ടുവരികയാ. എന്നാൽ ആരാധിക്കുമ്പം സാക്ഷാൽ ദൈവത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാ. തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? വചനം ധ്യാനിക്കുന്ന ഒരുവൻ ദൈവ ശബ്ദത്തെ നമ്മുടെ നടുവിൽ കൊണ്ടുവരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരുവൻ പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ മറുപടികളെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നു. എന്നാൽ ആരാധിക്കുന്ന ഒരുവൻ ചെയ്യുന്നത് അവൻ സാക്ഷാൽ മറുപടിയല്ല, ശബ്ദമല്ല, സാക്ഷാൽ ദൈവമായവനെ നമ്മുടെ നടുവിൽ കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണ് നമ്മുടെ ആരാധന എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പരപ്രേരണ കൂടാതെ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ ദൈവം ഇല്ലേ പിന്നെ എന്തുവാ നമ്മുടെ ആരാധനയുടെ അർത്ഥം? ആരാധനയിൽ ദൈവം ഇറങ്ങുന്നില്ലെങ്കിൽ ഇത് കേവലം ഒരു ചടങ്ങാണ്, ഒരു കൂട്ടം എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു കൂട്ടം എന്നുള്ളതേ ഉള്ളൂ. വീട്ടിലിരിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ കെട്ടി വന്ന ഹോളിനകത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങുന്നില്ലെങ്കിൽ, ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓലപ്പരയ്ക്കകത്ത് കൂടിയാലും അതൊരു ശ്രേഷ്ഠതയാണ്. അതല്ല, ദൈവം ഇറങ്ങാതെ നമ്മൾ യേശു റൂമിൽ കൂടിയാലും അതൊരു കൂട്ടമാണ്. അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇന്ന് പകൽ ഒരു കൂട്ടത്തിന്റെ ഭാഗമായി ഇരുന്നേച്ച് പോകാനായിട്ട് വന്നവരല്ല നമ്മൾ. നമ്മൾ ഇവിടെ വന്നത് കർത്താവിന്റെ സാന്നിധ്യം അറിയാനാണ്, കർത്താവിന്റെ ശബ്ദം കേൾക്കാനാണ്, കർത്താവിന്റെ ഒരു ഇടപെടൽ തിരിച്ചറിയാനാണ്. മനസ്സിൽ നന്നായി ഭരിക്കുമ്പോൾ മാത്രമേ ആരാധിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ മറുപടിയെ കൊണ്ടുവരുന്നു, വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തെ കൊണ്ടുവരുന്നു, ആരാധിക്കുമ്പോൾ നാം സാക്ഷാൽ ദൈവത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്തുതി കൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങണം. ഹല്ലേലൂയ. അങ്ങനല്ലേ ഫെലിസ്ത്യർ തിരിച്ചറിഞ്ഞത്? ഇസ്രായേൽ മക്കളുടെ ആർപ്പ് കേട്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? അവരുടെ ദൈവം അവരുടെ നടുവിൽ ഉണ്ടെന്നാണ്. നാട്ടുകാർക്ക് ഇതറിയാം, പക്ഷെ നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇവിടെ വന്ന് ആരും നോക്കുകുത്തികളായിരിക്കാതെ ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഇവിടെ മുഴുവൻ ശബ്ദമുഖരിതമാകും, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടും. ചടങ്ങുകളുടെ നിർവഹണത്തിന് വേണ്ടി കടന്നു വന്ന് എങ്ങനെയും 12:30 വീട്ടിൽ പോകുക എന്നുള്ള ഒരു അജണ്ട കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇന്ന് പകലിൽ സ്തുതി പറയാൻ, സ്തോത്രം പറയാൻ, വർത്താനം പറയാൻ നമ്മൾ ഇതിനിടയ്ക്ക് പലവട്ടം വാതുറക്കുന്നുണ്ട്. സ്തോത്രം പറയാൻ എത്ര വട്ടം വാതുറന്നു? ഇന്ന് പകൽ നമ്മുടെ ഇവിടെ വന്നത് വർത്താനം പറയാനല്ലല്ലോ, വിശേഷം തിരക്കാനല്ലല്ലോ, കമന്റ് അടിക്കാനല്ലല്ലോ. ഇന്ന് പകലിൽ ഒരുങ്ങിക്കെട്ടി നമ്മൾ ഇവിടെ വന്നത് ആരാധിക്കാനാണെങ്കിൽ കുറഞ്ഞ പക്ഷം വന്നത് എന്തിനാണെന്ന തിരിച്ചറിവിൽ ആ കൃത്യമെങ്കിലും ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ചുമ്മാതെ കുത്തിയിരിക്കുകയാണ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? പരുഷമായി പോകുന്നുണ്ടോ എന്നെനിക്കറിയാം. പക്ഷേ
അതരം പൂട്ടി ഇവിടെ വന്ന് ചുമ്മാതിരിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആര് പറയും? ആരും പറയത്തില്ല. അതുകൊണ്ട് വന്നത് ആരാധനയ്ക്കാണെങ്കിൽ ആരാധിക്കാൻ നമുക്ക് കഴിയണം, സ്തോത്രം പറയാൻ നമുക്ക് പറ്റണം, സ്തുതിക്കാൻ നമുക്ക് പറ്റണം. അതിന് പറ്റുന്നില്ലെങ്കിൽ നാം ഇവിടെ വന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് അർത്ഥരഹിതമായ ഒരു കൂട്ടത്തിന്റെ ഭാഗമായി ഇരുന്നേച്ചു പോകാതെ ഇന്നത്തെ നമ്മുടെ കൂടിവരവിനെ അർത്ഥമുള്ളതാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിച്ചേ പറ്റുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഭാഗം 92-ാം സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗം നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. 10-ാമത്തെ വാക്യം വായിച്ചോളൂ. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിനോ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട്, എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ട് രസിക്കും. അപ്പൊ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്ന, 10 കമ്പിയുള്ള വാരിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്ന, ആരാധിക്കുന്ന ആ കൃത്യം നാം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ കണ്ടത്. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. ദൈവം മുൻപിൽ എപ്പോഴും അടുത്തു വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ എന്തെങ്കിലും പഴഞ്ചരക്കുകളല്ല ഉള്ളത്. ദൈവത്തിന്റെ പക്കൽ എപ്പോഴും പുതിയതാണുള്ളത്. നമ്മുടെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. 3 വാക്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഓർമ്മ വന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പറയുന്നു, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. 40-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുതിയ പാട്ടവൻ നാവിൽ തരുന്നു. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ശൗലിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരെ വിട്ട് അവൻ മാറുമ്പോൾ ദൈവം അവൻ എന്ത് കൊടുത്തു? ഒരു പുതിയ ഹൃദയം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം പുതിയതിന്റെ ദൈവമാണ്. ഒന്നവൻ നമുക്ക് പുതിയ ഒരു ഹൃദയം തരുന്നു, രണ്ടവൻ നമുക്ക് പുതിയ ഒരു പാട്ട് തരുന്നു, മൂന്നവൻ നമുക്ക് പുതിയ അഭിഷേകം തരുന്നു, പുതിയ എണ്ണ നമ്മളെ തേപ്പിക്കുന്നു. ദൈവ മുൻപിൽ അടുത്തു വരുന്നവർക്കെല്ലാം എപ്പോഴും നമ്മുടെ കർത്താവ് പുതിയത് തരുന്നവനാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അവിടെ ഭക്തൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഓർത്ത് പാടുന്ന അനുഗ്രഹീതമായ ഒരു കീർത്തനമുണ്ട്. ദൈവത്തിന്റെ ദയ എന്നും എന്താണ്? പുതിയതാണ്. ഹല്ലേലൂയ, പുതിയതാണ്. അവിടെ അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഓരോ ദിവസവും പുതിയ എണ്ണയും പുതിയ ദയയും ഒക്കെ നമ്മളെ എൻ്റെ കർത്താവ് ധരിപ്പിക്കാൻ കാരണം ഇന്നിൻ്റെ പ്രതിസന്ധികളല്ല നാളുകളുടെ പ്രതിസന്ധികൾ, നാളത്തെ പ്രതിസന്ധികളല്ലേ അടുത്ത ദിവസത്തെ പ്രതിസന്ധികൾ. ഓരോ ദിനത്തിലും സങ്കീർണമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മെ നിലനിർത്തണമെങ്കിൽ ഇന്നലത്തെ കൃപ കൊണ്ട് ഇന്ന് ജയിക്കാൻ പറ്റത്തില്ല, ഇന്നത്തെ കൃപ കൊണ്ട് നാളെ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ വെല്ലുവിളികളെ അതിജീവിക്കാൻ ദൈവം നമ്മുടെ മേൽ പുതിയ കൃപ തരുന്നവനാണ്, പുത്തൻ അഭിഷേകം തരുന്നവനാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നമ്മൾ ഇവിടം വരെ എത്തിയത്. ദൈവത്തിന്റെ കരുണ മുടക്കം കൂടാതെ അനസ്യൂതമായി നമ്മുടെ മേൽ ഒഴുകിയത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ മറുഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ കഴിവ് കൊണ്ടെന്നല്ല, എൻ്റെ ദൈവത്താൽ എൻ്റെ മുൻപിലെ മതിലിനെ മറികടക്കാൻ, പ്രതിസന്ധിയെ അതിജീവിക്കാൻ, വെല്ലുവിളികളുടെ നടുവിൽ മാനസിക നില താറുമാറായി ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ ആകാതിരുന്നത് ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞത് കൊണ്ടാണെന്ന തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മുടെ അകത്തു വരട്ടെ. കണ്ണിൽ കൊള്ളേണ്ട വിഷയങ്ങൾ പുരികത്തിൽ കൊണ്ടുമാറിയതുപോലെ മാറിയത് നമ്മുടെ കാര്യപ്പിടിപ്പ് കൊണ്ടല്ല, നമ്മുടെ മേൽ ദൈവം പുതിയതായി പകർന്ന ദയ കൊണ്ടാണെന്ന തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മുടെ അകത്തു വരട്ടെ. പുതിയ പാട്ട് നമ്മുടെ നാവിൽ, പുതിയ എണ്ണ നമ്മുടെ തലയിൽ, അപ്പോൾ തന്നെ പുതിയ ഒരു ഹൃദയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവത്തിന് തരാൻ പറ്റും. ഹല്ലേലൂയ. പുതിയ എണ്ണ തേപ്പിക്കപ്പെട്ടവരും, പുതിയ പാട്ട് അതരത്തിൽ കിട്ടിയവരും, പുതിയ ഹൃദയം അകത്ത് കിട്ടിയവരും ഇന്ന് പകലിൽ നിറഞ്ഞ മനസ്സോടെ നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്.
അപ്പൊ രണ്ടാം ഭാഗത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. മൂന്നാം ഭാഗം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നാം ഒരുമിച്ച് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഈ സങ്കീർത്തനത്തിൽ പ്രഥമ വായനയിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയത്തില്ലെങ്കിലും നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ നാമും ദൈവവും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് പുറത്തുനിന്ന് വായിച്ച് ഞാൻ സങ്കീർത്തന ധ്യാനം ഇവിടെ അവസാനിപ്പിച്ച് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനായിട്ട് നമുക്ക് ഒരുക്കപ്പെടാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ദൈവവും നമ്മളും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ടു. അവൻ ഇരുന്നു, അവർ പുറപ്പെട്ടു. ഒന്നുകൂടി പറയാം, അവൻ ഇരുന്നു, അവർ പുറപ്പെട്ടു. അവൻ ഇവിടുത്തെ ദൗത്യമെല്ലാം തികച്ചു. 3.5 വർഷം കൊണ്ട് ഇഹത്തിൽ വന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടതെല്ലാം ചെയ്തനന്തരം കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തന്റെ ശിഷ്യഗണം നോക്കി നിൽക്കെ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ നിൽക്കയിൽ അവന്റെ കാലുകൾ ഇവിടെ നിന്ന് പറഞ്ഞു മേഘങ്ങളിലോട്ടടിക്കപ്പെട്ടു. നമുക്കറിയാം, അവരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞപ്പോൾ അവര് കണ്ട ഒരു കാഴ്ച, 2 ദൂതന്മാര് അവരെ ബലപ്പെടുത്തുവാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അധൈര്യപ്പെടണ്ട, അവൻ പോയതുപോലെ തന്നെ എന്ത് ചെയ്യും, മടങ്ങി വരും. ആ പ്രതീക്ഷയുടെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ടാ ഇന്നിന്റെ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ, പീഡനങ്ങളെ, സംഘർഷഭരിതമായ ജീവിതത്തെ അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്നത് നമ്മുടെ കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരും. ഹല്ലേലൂയ. ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് തന്റെ വിശുദ്ധന്മാരോട് 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യാഗം കഴിച്ച് നിയമം ചെയ്ത തന്റെ വിശുദ്ധന്മാരോട് ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു ശബ്ദം ഇനിയും അധികം താമസം വിനാ ആകാശമേഘങ്ങളിൽ മുഴങ്ങുവാൻ പോകുന്നു. ആ കാഹളത്തിന്റെ ധ്വനി, ആ വിളിയുടെ ശബ്ദം എല്ലാവരുടെയും കാതുകൾക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആരുടെ കാതുകളിൽ ആ ശബ്ദം കേൾക്കുന്നു അവരിൽ മാത്രമേ രൂപാന്തരം നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കാഹളം എപ്പോൾ ധ്വനിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അന്ന് മുഴങ്ങുന്ന ആ കാഹളത്തിന്റെ ശബ്ദത്തെ പിടിച്ചെടുക്കാൻ നമ്മുടെ അകത്തെ ആത്മമനുഷ്യനെ ട്യൂൺ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരൊക്കെ അക്ഷയരായിട്ട് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം സംഭവിച്ചിട്ട് നമ്മൾ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലോട്ടെടുക്കപ്പെടും. എത്ര പ്രതീക്ഷ നൽകുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗമാണ്. എത്രയോ ഭക്തന്മാർ വിചാരിച്ചു അവരുടെ കാലഘട്ടങ്ങളിൽ കർത്താവ് വരുമെന്ന്. പൗലോസ് വിചാരിച്ചു പൗലോസിന്റെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അതാത് കാലഘട്ടത്തിൽ ജീവിച്ച ഭക്തന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ കാലഘട്ടത്തിൽ കർത്താവ് വരും. എന്നാൽ നമ്മളും വിശ്വസിക്കുന്നു നമ്മുടെ കണ്ണടയും മുൻപേ നമ്മുടെ കർത്താവ് വരും. കാലത്തിന്റെ ഗതിവിഗതികളെ പഠിക്കുന്ന ഒരു ഭക്തനറിയാം, തിരുവചനത്തിൽ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള സകല സംഭവങ്ങളും അതിന്റെ നിവർത്തിയിലേക്ക് അതിവേഗം എത്തുന്ന ഒരു സമയം. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഇതൊരു കെട്ടുകഥയല്ല, ഇത് ആരൊക്കെയോ കൂടിയിരുന്ന് കെട്ടിച്ചമച്ച ഒരു കഥയല്ല, ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ അവരുടെ ഹൃദയത്തിൽ ഈ ഒരു ഉറപ്പ്, ആ ഒരു തുടിപ്പ് ഹല്ലേലൂയ ഇന്ന് പകലിലും നിലനിർത്തുന്നുണ്ട്.
കാഹളം ധ്വനിക്കുന്നുവെന്ന് കേൾക്കുമ്പോ, കർത്താവ് മടങ്ങി വരുന്നുവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു തുടിപ്പുണ്ടോ? നമ്മുടെ അകത്തൊരു തുടിപ്പുണ്ടോ? 5-10 കൊല്ലം നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൻ ഗൾഫിലായിരുന്നാൽ 10 കൊല്ലം കഴിയുമ്പോൾ, 5 കൊല്ലം കഴിയുമ്പോൾ വിട്ടേക്ക്, 2 കൊല്ലത്തിനകത്ത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ വരുന്നുവെന്ന് വാർത്ത കേൾക്കുമ്പം ആ വാർത്ത നിങ്ങളുടെ അകത്തൊരു ഉൾത്തുടിപ്പുണ്ടാക്കാറില്ലേ? സ്തോത്രം. സ്നേഹം ദൃഢമാണെങ്കിൽ ആ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ ദേഹത്ത് എന്തുണ്ടാകും? രോമാഞ്ചം ഉണ്ടാകും. ആ ഒരു വസ്തുത കേൾക്കുമ്പം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മുടെ കർത്താവ് വരുന്നുവെന്ന് കേൾക്കുമ്പം അകത്തൊരു തുടിപ്പില്ലേ? നമ്മളൊന്നും പോകത്തില്ലെന്നാ പറഞ്ഞു. അകത്ത് ഹൃദയത്തുടിപ്പില്ലാത്തവരാരും പോകത്തില്ല. കർത്താവ് വരുന്നുവെന്ന് കേൾക്കുമ്പോ അകത്തൊരു തുടിപ്പുണ്ടോ? കാലുകൾക്കൊരു ചലനമുണ്ടോ? ഹൃദയത്തിനകത്തൊരു അതിര് കടന്ന സന്തോഷമുണ്ടോ? അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാഹളം ധ്വനിക്കുന്നതിന് മുൻപേ അത് മടക്കി പിടിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ അവരവരുടെ കാലഘട്ടത്തിൽ വരുമെന്ന് വിചാരിച്ച ആ സംഭവം അന്നൊന്നും നടന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം എന്നെല്ലാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആഗോള വ്യാപകമായി വരവിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി നിവർത്തിപഥത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരി കാലം ഇനി നമുക്ക് സഭായോഗം കൂടേണ്ടി വരത്തില്ലായിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ തന്നോട് ചേർക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ ശബ്ദം പിടിച്ചെടുക്കാൻ കാതുകളെ ട്യൂൺ ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ശബ്ദത്തിന്റെ വീതികൾ കയറി ഇറങ്ങുന്ന കാതുകളുടെ അകത്ത് കാഹളം ധ്വനിക്കുമ്പോൾ, ഇവിടെ കയറി വരിക എന്ന ശബ്ദം മുഴങ്ങുമ്പോൾ അത് നമ്മുടെ കാതിന് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ രൂപാന്തരപ്പെടത്തില്ല. കൂടെ നിൽക്കുന്ന പലരും പറന്നു കയറുമ്പം നമുക്ക് സങ്കടപ്പെടേണ്ടി വരും. അതിനുള്ള ഒരു ഗതികേട് ഇന്ന് പകലിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് രൂപാന്തരപ്പെടുന്നവരുടെ ഗണത്തിൽ കാണണമെന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഇന്ന് പകലിൽ നമുക്ക് നമ്മളെ ഒരുക്കാം. 19-ാമത്തെ വാക്യം ഇങ്ങനെ: കർത്താവായ യേശു അവരോട് അരുളിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ദൗത്യം തികച്ച കർത്താവ് ഇരുന്നു. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ ഇത് കർത്താവും ശിഷ്യഗണവും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കണ്ടോ, അവിടെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചത് അവരാണ്, പക്ഷേ പ്രവർത്തിച്ചത് കർത്താവാണ്. അപ്പൊ 2 പേരും കൂടി ഒരുമിച്ച് കൈ കൊടുക്കുന്ന ചില പ്രവർത്തന പദ്ധതികൾ ഇഹത്തിലുണ്ട്. പറയുന്നത് നമ്മളാ, പ്രവർത്തിക്കുന്നത് കർത്താവാ. പ്രസംഗിക്കുന്നത് നമ്മളാ, രൂപാന്തരം വരുത്തുന്നത് കർത്താവാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംയോജിപ്പിക്കപ്പെട്ടപ്പോൾ അവരാൽ നടന്ന അടയാളങ്ങൾ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകലിൽ സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. അപ്പൊ ഇത് 2 പേരും കൂടി തുല്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവര് പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന 3 പാഠങ്ങൾ മറക്കരുത്. ഒന്ന്, നാം ചെയ്യേണ്ട കാര്യങ്ങൾ. രണ്ടാമത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. 3, കർത്താവും നാമും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനായി ഇന്ന് പകലിൽ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഞാൻ സങ്കീർത്തന ധ്യാനം ഇവിടെ അവസാനിപ്പിച്ചിട്ട് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനായി ഒരുമിച്ച് ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കാം. പ്രാരംഭ സമയം തന്നെ ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായിട്ട് നാം ഒരുക്കപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാം. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് വിശേഷിച്ച് പ്രസ്താവിക്കപ്പെടുമ്പോൾ
കൊരിന്ത്യൻ ലേഖനത്തിലാണ് കർത്തൃമേശയുടെ ഉപദേശ പ്രാധാന്യതയുള്ള വിഷയങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലാണ്. കൊരിന്ത്യ ലേഖനത്തിൽ കൂടിയാണ് നമുക്കിതിൻ്റെ ഉപദേശപരമായിട്ടുള്ള ശ്രേഷ്ഠത പൗലോസിൽ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൊരിന്ത്യ ലേഖനത്തിലേക്കൊന്ന് വരാം. കൊരിന്ത്യ ലേഖനത്തിലെ 3 അധ്യായങ്ങൾ കർത്താവിൻ്റെ മേശയോട് ബന്ധപ്പെട്ട് പ്രാധാന്യത അർഹിക്കുന്ന 3 അധ്യായങ്ങളുണ്ട്. 3 വാക്യങ്ങൾ വായിച്ചിട്ട് അധികം വിശദീകരണം കൂടാതെ വേഗത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 7-8 വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 7-8 വാക്യങ്ങളിൽ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ ഒരു ഉപദേശം നമുക്ക് കാണാൻ പറ്റും. എന്തിനു വേണ്ടി ഇത് ആചരിക്കുന്നു, അതുകൊണ്ടുള്ള ചില പ്രയോജനങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 5-7-8 വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആ വാക്യം 7, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് അവർക്ക് കൽപ്പിച്ചാക്കിയ പെരുന്നാളുകൾ 7 എണ്ണമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെസഹ. ഇത് ആചരിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നതാണ്. ഇപ്പോ ഈ വസ്തുതയെ പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ പുതിയ നിയമത്തിന്റെ ഒരു ഉപദേശത്തോട് അതിനുള്ള സാമ്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ 1 കൊരിന്ത്യർ 5-7-8 നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധിയിൽ മുന്നേറാൻ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷ ഒരു പരിധി വരെ നമ്മെ എന്ത് ചെയ്യും? സഹായിക്കും. ഏത് നയിക്കാൻ? വിശുദ്ധ ജീവിതം നയിക്കാൻ. അതാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ എന്നാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണല്ലോ, പുറപ്പാട് പുസ്തകം 12-ലാണല്ലോ അശരീക പെസഹയെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൈമാറുന്നത്. അതൊക്കെ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളുടെ അകത്തൊക്കെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ 7 ദിവസം എന്ത് ചെയ്യണം? പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. പുളിച്ച മാവ് കൊണ്ടുള്ള അപ്പം തിന്നരുത്. പുളിമാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കം ചെയ്യണം. മറ്റൊരിടത്ത് പറയുന്നു അതിർത്തിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള ഒരർത്ഥത്തിൽ, ഒരാശയത്തിൽ. എന്ന് വെച്ചാൽ യാതൊരുവിധ ഇടപാടുകളോട് ബന്ധപ്പെട്ടും പുളിപ്പിൻ്റെ ഒരനുഭവം പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നവർക്കുണ്ടാകാൻ പാടില്ലായിരുന്നു. അതിനെ പുതിയ നിയമത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ അന്ന് അവർ പുളിച്ച മാവ് നീക്കിയാൽ മതിയായിരുന്നു. പുളിച്ച മാവ് നീക്കിയാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ആത്മീകതയിൽ കയറിക്കിടക്കുന്ന പുളിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. മാവല്ല നീക്കം ചെയ്യേണ്ടത്. ആത്മീകതയെ നശിപ്പിക്കുന്നതെല്ലാം പുതിയ നിയമത്തിൽ എന്താണ്? പുളിമാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്നത് എന്തും ആത്മീകതയ്ക്ക് പുരോഗതി നൽകാത്തതെല്ലാം ആത്മീകത്തെ ഹനിക്കുന്നതാണ്. അതിനെ പുതിയ നിയമത്തിൽ പുളിമാവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 കൂട്ടരുടെ പുളിമാവിനെ സൂക്ഷിപ്പാൻ നമുക്ക് പുതിയ നിയമത്തിൽ ഉപദേശം തരുന്നുണ്ട്. ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആത്മീകതയെ നശിപ്പിക്കുന്ന എല്ലാ പുളിമാവിനെയും നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? ചെറിയ ഒരു തിന്മ നമ്മളിലുണ്ടെങ്കിൽ അത്
നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലോട്ടും വ്യാപരിപ്പിക്കപ്പെടും. അതുകൊണ്ട് കർത്തൃമേശയുടെ അനുഷ്ഠാനത്തിനായി അടുത്തു വരുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത്, ഈ പുളിമാവിനെ, ആത്മീകതയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പുളിമാവുകൾ സ്വഭാവ വൈകൃതമായിട്ടോ ദൈവത്തിന് ഹിതകരമല്ലാത്തതായിട്ടോ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനോടെല്ലാം ഗുഡ് ബൈ പറയണം, ടാറ്റ പറയണം. ജീവിതത്തിൽ വച്ചു പുലർത്താൻ പാടില്ലാത്തതൊന്നും വച്ചു പുലർത്തരുത്. സ്വഭാവ ദൂഷ്യങ്ങളായി എന്തെങ്കിലുമൊക്കെ നീക്കണമെന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം. ആത്മീകതയ്ക്ക് വിഘാതമാകുന്ന എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളെയും, എല്ലാ കൂട്ടുകെട്ടുകളെയും, എല്ലാ ആത്മീകതയ്ക്കെതിരായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യണം. അപ്പൊ ഒന്ന്, കർത്തൃമേശ നമ്മെ സഹായിക്കുന്ന ഒരു മേഖല, വിശുദ്ധ ജീവിതത്തിൽ മുന്നേറാൻ എന്ത് ചെയ്യും? ചില പ്രത്യേക വിഭാഗങ്ങളുടെ ഇടയിൽ കർത്തൃമേശയോട് ബന്ധപ്പെട്ടവർ 3 ദിവസം ഉപവസിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഉപവാസ പ്രാർത്ഥന വെച്ച് അവർ ശുദ്ധീകരണം പ്രാപിച്ചിട്ടേ ചില സമൂഹങ്ങൾ എന്ത് ആചരിക്കാറുള്ളൂ? കർത്തൃമേശയെ ആചരിക്കാറുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ കൂടി, അതുകൊണ്ട് വിശുദ്ധ ജീവിതം വേണ്ടെന്നല്ല. വിശുദ്ധ ജീവിതം കർത്തൃമേശ എടുക്കുന്ന ദിവസത്തേക്ക് മാത്രം പോരാ. നമുക്കിപ്പോൾ കർത്തൃമേശ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? കർത്താവെ, എന്നെ കഴുകണേ, എന്നെ ശുദ്ധീകരിക്കണേ, ശിക്ഷ കിട്ടാതിരിക്കാൻ പേടിച്ചുകൊണ്ട് വേണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൂട്ടാം. കർത്തൃമേശ കഴിയുമ്പോൾ പിന്നെ പഴയപടി തുടരാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത കർത്തൃമേശ വരുന്നതിൻ്റെ തലയാഴ്ച തൊട്ട് ഒന്നുകൂടി സ്വോത്രത്തിൽ ജാഗരിച്ച് ഒന്നുകൂടി കഴുകണേ, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത തീരുമാനമൊക്കെ തെറ്റിപ്പോയി, അതുകൊണ്ട് ഒന്നുകൂടി കഴുകണം, ഒന്നുകൂടി ശുദ്ധീകരിക്കണം, കുറവുകളൊക്കെ മാപ്പാക്കണം, എന്നെ കഴിയണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? കർത്തൃമേശ എടുക്കാം. പക്ഷെ കർത്താവിൻ്റെ വരവിന് മുമ്പ് അത് പറ്റുമോ? കർത്താവ് ഇപ്പം ഇന്നാണോ നാളെയാണോ വരുന്നത് നമുക്കറിയത്തില്ല. ഇപ്പം എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച കർത്തൃമേശയുണ്ടെന്ന് നമുക്കറിയാം, തിരുവത്താഴം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ആഴ്ച വേണേ നമുക്ക് എന്താകാം? വിശുദ്ധരാകാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാര്യമില്ല. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുന്ന ഒരു വിശുദ്ധി ലൈഫിൽ സൂക്ഷിക്കുന്ന ആർക്കും എപ്പോഴും കർത്തൃമേശയിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പൊ കർത്തൃമേശ ഒരു ഓർമ്മയുടെ ശുശ്രൂഷ മാത്രമാണ്. അതിനേക്കാൾ പ്രാധാന്യതയുള്ള ഒരു കാര്യമാണ് കർത്താവിൻ്റെ വരവിങ്കൽ പോകുക എന്നുള്ളത്. അപ്പൊ വരവിങ്കൽ പോകാനുള്ള വിശുദ്ധ ജീവിതം സൂക്ഷിക്കുന്നവർക്ക് കർത്തൃമേശ എപ്പോഴും എടുക്കാൻ അവർ യോഗ്യരാണ്. അപ്പൊ ഒന്ന്, വിശുദ്ധിയിൽ മുന്നേറാൻ കർത്തൃമേശ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നു. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 10-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 10:16-17 വാക്യങ്ങൾ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പൊ 10-ാമത്തെ അധ്യായം 16-17 വാക്യം, കർത്തൃമേശയുടെ ആചരണം നാം അനുവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 2-ാമത്തെ ഗുണം, കൂട്ടായ്മയിൽ മുന്നേറാൻ കർത്തൃമേശ നമ്മെ സഹായിക്കുന്നു. ആരോടുള്ള കൂട്ടായ്മയിൽ? കർത്താവിനോടും സഹവിശ്വാസികളോടും ഉള്ള കൂട്ടായ്മയിൽ മുന്നേറാൻ ഇതും നമുക്ക് ഒരു പ്രചോദനം തരികയാണ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ. അപ്പോ ഈ പാനപാത്രത്തിലും ഈ അപ്പത്തിൽ നിന്നും നമ്മൾ ഭാഗവാക്കുകളാകുമ്പം നമുക്ക് ശരീര രക്തം സംബന്ധിച്ച് എന്തുണ്ടാവുകയാണ്? കൂട്ടായ്മ ഉണ്ടാകുക. ഇടത്തും വലത്തും ഇരിക്കുന്നവരെല്ലാം ഇതിനകത്ത് പങ്കാളികളാകുമ്പം നമുക്ക് ഇടത്തും വലത്തും ഇരിക്കുന്നവരോടും ഇതിനകത്ത് എന്തുണ്ടാവുകയാണ്? കൂട്ടായ്മ ഉണ്ടാവുക. അപ്പൊ കർത്താവിന്റെ മേശയുടെ
സഹായിക്കുന്നു. ഒന്ന്, വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സഹായിക്കുന്നു. 2, കൂട്ടായ്മയിൽ വളരുവാൻ ഇത് നമുക്ക് സഹായമാകുന്നു. 3-ാമത്തെ കാര്യം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 24, 26 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 11-ന്റെ 24, 26 വാക്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ 2 പദപ്രയോഗങ്ങൾ ആവർത്തിച്ചു പറയുന്നു. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അപ്പോ 11-ന്റെ 24-ഉം 26-ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനം നമുക്ക് തരുന്ന 3-ാമത്തെ അനുഗ്രഹം, ക്രിസ്തുവിൻ്റെ മരണത്തെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നില്ല, ഇവിടുത്തെ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാകുന്നില്ല. വസ്തുമാറ്റത്തിൽ പെന്തക്കോസ്ത് സമൂഹം വിശ്വസിക്കുന്നില്ല. ഒരിക്കലും വസ്തുമാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല. എത്ര ശക്തനായവൻ പ്രാർത്ഥിച്ചാലും ഈ അപ്പം തന്നെയാണ്, ഈ വീഞ്ഞു തന്നെയാണ്. അത് യേശുവിൻ്റെ രക്തമായും യേശുവിൻ്റെ ശരീരമായും മാറുന്നില്ല. പിന്നെ എന്താണ് ഇവിടെ അപ്പത്തിനോ വീഞ്ഞിനോ അമിത പ്രാധാന്യത കൊടുക്കണ്ട. ഇത് ഓർമ്മയുടെ ശുശ്രൂഷയാണ്. അപ്പവീഞ്ഞുകളിൽ കൂടി നാം അത് അനുഭവിക്കുമ്പോൾ, അപ്പം നാം നുറുക്കി ഭക്ഷിക്കുമ്പോൾ ബ്രെഡിന് മധുരം കുറവാണ്, ഇതേത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കരുത്. ഇവിടുത്തെ ബ്രെഡിൻ്റെ മധുരവും രുചിയല്ല ഇവിടുത്തെ വിഷയം. ഇത് ഭുജിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ പോകേണ്ടത്, ഞാൻ ഈ നുറുക്കിയെടുത്ത അപ്പം പോലെ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ യേശുവിൻ്റെ തിരുശരീരം നുറുക്കപ്പെട്ടു. ഈ ഓർമ്മ നമ്മുടെ അകത്ത് ഭരിച്ചുകൊണ്ട് വേണം ഈ അപ്പം നുറുക്കി ഭക്ഷിക്കാൻ. സ്തോത്രം. ഏതെങ്കിലും ഒരു സുഖമേഖലയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് പാപമോചനം സാധിപ്പിച്ചു തന്നതല്ല. ആപാദചൂഡം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ അത്രയ്ക്ക് നമുക്ക് വേണ്ടി വിരൂപനായി നുറുക്കപ്പെട്ട യേശുവിന്റെ തിരുശരീരത്തെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റണം. 39 അടികൾ യേശുവിന്റെ പുറത്ത് ഉഴവുചാലികൾ പോലെ കീറിയില്ലേ? ഇടത്തും വലത്തും നിൽക്കുന്ന ക്രൂരന്മാരായ പടയാളികൾ കരുണലേശമില്ലാതെ ഈ കട്ടികളും എല്ലിൻ കഷണങ്ങളും ഒക്കെ കൂട്ടി പിണഞ്ഞ് അതിന്റെ അഗ്രത്തുണ്ടാക്കിയ കുതിരവാലി കൊണ്ടുണ്ടാക്കിയ നീളമുള്ള ചാട്ട, ഫ്ലാഗ്രം എന്ന് പറയുന്ന ആ ചാട്ട ഒരു വശത്തു നിന്ന് ഒരുവൻ അടിച്ച് ആ അടിക്കുന്ന അടി കൊണ്ട് അത് ശരീരത്തിലോട്ട് ആഴ്ന്നു പതിയും. നമുക്കറിയാം, എല്ലിൻ കഷണങ്ങളും കൂർത്തുമൂർത്ത ഇരുമ്പിന്റെ ആ വസ്തുതകളെല്ലാം അസ്ഥികളുടെ അകത്തോട്ട് ഉടക്കിക്കയറുന്നുണ്ട്. ഉടക്കിക്കയറുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മുള്ള് കയറുമ്പോൾ നമ്മുടെ അമ്മ ഒട്ടും നോവാതെ സേഫ്റ്റി പിന്ന് കൊണ്ട് വളരെ ശാന്തമായിട്ട് എടുക്കുന്നത് പോലെയല്ല, അസ്ഥികളുടെ അകത്തോട്ട് അടിഞ്ഞു കയറിയ ഈ എല്ലിൻ കഷണം അവിടെ ഉടക്കി നിൽക്കുമ്പോൾ കരുണലേശമില്ലാതെ പറിച്ചിളക്കുമ്പോൾ അവിടെയുള്ള അസ്ഥികളുടെ ബന്ധം വരെ വിട്ടുപോകും. ഇങ്ങനെ 39 അടികൾ യേശുവിന്റെ പുറത്ത് ഇടത്തും വലത്തും നിന്നവർ അടിച്ച് മിച്ചം വരുന്ന ആ ശരീരത്തിലോട്ട് നിങ്ങൾ നോക്ക്. ഇനി അവിടെ പൊടിയാൻ അസ്ഥികളില്ല, ഇനി അവിടെ പറയാൻ മാംസമില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ നമുക്ക് വേണ്ടി അത്രയ്ക്ക് വിരൂപനായി, പുറമുഴവുചാലികൾ പോലെ കീറപ്പെട്ടവനായി, താടിരോമങ്ങൾ നാണയത്തുട്ടികൾ ചേർത്ത് വെച്ച് പിഴുതു പറിക്കപ്പെട്ടവനായി, അവരുടെ കോപവും ദേഷ്യവും ഒക്കെ തീരത്തക്ക നില അവന്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പിയെന്ന്, ശിരസിൽ മുൾമുടി കരുണലേശമന്യെ അടിച്ചിറക്കിയെന്ന് ചരിത്രം പറയുന്നു. അടിച്ചിറക്കിയ ആ മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള് യേശുവിന്റെ ഒരു കണ്ണ് തുളച്ചു പുറത്തു വന്നു. കഠിനമായ ഈ വേദന എന്റെ കർത്താവ് സഹിച്ചത്, ശരീരം തകർത്ത് കർത്താവ് നമുക്ക് വേണ്ടി ചിലത് സഹിച്ചത് നമുക്ക് നിത്യത നേടിത്തരാൻ അല്ല, ദൈവത്തിന്റെ പുത്രനും പുത്രിയുമാക്കി നമ്മെ തീർക്കാൻ എന്റെ കർത്താവിന് തന്റെ തിരുശരീരം ഉടച്ചു കളയേണ്ടി വന്നു. അപ്പൊ
അപ്പം നുറുക്കുമ്പം നമ്മുടെ അകത്ത് കൂടി ഈ ചിത്രം പോകണം. നുറുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം, അതിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരാതെ ലാഘവബുദ്ധിയോടെ പറിച്ചു കീറി കഴിക്കരുത് കർത്തൃമേശയുടെ അപ്പം. പിടികിട്ടുന്നുണ്ടോ? വല്ലതൊക്കെ ചിന്തിച്ചുകൊണ്ട് അത് വാങ്ങിച്ച് തിന്നരുത് പ്ലീസ്. ക്രൂശിലേക്ക് നമ്മുടെ മനസ്സുകളെ കുറഞ്ഞ പക്ഷം കർത്തൃമേശയുടെ സെക്കൻഡുകളിലെങ്കിലും ഉടക്കി നിർത്തുവാൻ നമുക്ക് കഴിയണം. തകർക്കപ്പെട്ട തിരുശരീരത്തെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇത് വാങ്ങി ഭക്ഷിക്കുവാൻ. ഈ പാനപാത്രം യേശുവിന്റെ രക്തമാകുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തം. ഒരുവന്റെ പ്രാണൻ ഇരിക്കുന്നത് അവന്റെ രക്തത്തിലാണ്. പതിവിൽ കൂടുതൽ രക്തം വാർന്നാൽ ആ വ്യക്തിക്ക് പിന്നെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതല്ലേ ക്രൂശിൽ സംഭവിച്ചത്? അവസാനത്തെ തുള്ളി രക്തം വരെയും നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനായി നമ്മുടെ കർത്താവ് ഊറ്റിത്തന്നു. നമ്മളൊക്കെ ചില സന്ദർഭങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പലവട്ടം ചെയ്തവർ കണ്ടേക്കാം. ഞാനും ഒരു പ്രാവശ്യം ഒരമ്മച്ചിക്ക് വേണ്ടി ബ്ലഡ് കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ബ്ലഡ് കൊടുക്കുമ്പം നമുക്ക് ജീവിക്കാനുള്ള ബ്ലഡ് നീക്ക് ബാക്കി വെച്ചിട്ട് അവരന്റെ ജീവൻ നിലനിർത്താനുള്ളത് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് തനിക്ക് ജീവിക്കാനുള്ള ബ്ലഡ് തന്റെ ശരീരത്തിൽ അവശേഷിപ്പിച്ചേച്ച് കുറച്ചൊഴുക്കിയെന്നല്ല, അവസാനത്തെ തുള്ളി രക്തം വരെയും വീതിയുള്ള അലകുള്ള കുന്തം കൊണ്ട് പുറത്തോട്ട് ആഞ്ഞുകുത്തുമ്പോൾ ആ പടയാളി കുത്തിയ ഇടത്തു നിന്ന് കുന്തം വലിച്ചു വരുമ്പോൾ തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചു, രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വെച്ചാൽ ഇനി ഒരു തുള്ളി രക്തം പോലും തനിക്ക് വേണ്ടി ആ ശരീരത്തിൽ അവശേഷിപ്പിക്കാതെ മാനവകുലത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനായി അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്ന യേശു കർത്താവ് ചൊരിഞ്ഞ രക്തത്തിന്റെ ഓർമ്മ ഇല്ലാതെ പാനപാത്രം വാങ്ങിച്ചു കുടിക്കരുത്. ഇതോർത്ത് കുടിക്കുമ്പോ നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള ആത്മാർത്ഥത കൂടും. നമ്മുടെ കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ പറ്റും. ഹല്ലേലൂയ. വീടിന് തീ പിടിച്ചു. തീപിടിക്കപ്പെട്ട വീടിനകത്ത് ഒരു കുഞ്ഞ് അകപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ കരുത്തുള്ള പലരും ഓടി രക്ഷപ്പെട്ടു. പലരും പുറത്തു നിന്ന് പല കമന്റുകൾ പറഞ്ഞു, അയ്യോ അതിനകത്തൊരു കുഞ്ഞുണ്ട്, ജന്മം കൊടുത്ത അമ്മ ഉൾപ്പെടെ പലരും. പക്ഷേ ഈ കത്തി നിൽക്കുന്ന വീടിനകത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ അവളെ ആ പ്രത്യേക പ്രതിസന്ധിയിൽ രക്ഷിച്ചു. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം. ആ മനുഷ്യൻ മുഴുവൻ പൊള്ളി തീർന്നമായി. കാലത്തിന്റെ മുമ്പോട്ടുള്ള നീക്കത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവളുടെ വിവാഹപ്രായമെത്തിയ സമയം ഈ മനുഷ്യനെ തന്നെ അവൾ വിവാഹം ചെയ്തു. കണ്ടവരൊക്കെ പറഞ്ഞു, നീ ഒരു സുന്ദരിക്കുട്ടിയല്ലേ, നിനക്ക് വേറെ പല വിവാഹവും കിട്ടും. പക്ഷേ അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് എൻ്റെ വീട് കത്തുന്ന സന്ദർഭത്തിൽ ആ വീട്ടിനോട് കൂടെ ചാരമാകേണ്ട എനിക്ക് ഇന്നിങ്ങനൊരു ജീവിതം തന്ന് ഈ നിലയിലാക്കിയത് ഈ വികൃതനായ മനുഷ്യനാണ്. ഇദ്ദേഹം എന്ന ഒരു വ്യക്തിത്വമില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതൊരു സാങ്കല്പിക കഥയാണ്. അതുകൊണ്ട് അവൾ അവൻ്റേതായി എന്ന് ആ കഥ പറയുന്നു. അതിനപ്പുറം ഞാൻ പറയാം, നമ്മെ ഇന്ന് കാണുന്ന പരുവത്തിൽ നാം ആക്കി തീർക്കാൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ച് ധ്യാനിക്കാതെ, ആ തുറക്കപ്പെട്ട ചങ്ക് കാണാതെ, ആ മുൾമുടി അടിക്കപ്പെട്ട ശിരസ് കാണാതെ, കുത്തി തുളയ്ക്കപ്പെട്ട വിലാപ്പുറം കാണാതെ, കാരിരുമ്പാടി കൊണ്ട് കരണലേശമന്യെ അടിച്ചിറക്കിയ തുളയ്ക്കപ്പെട്ട കൈകാലുകൾ കാണാതെ ഇന്ന് പകലിൽ ആരും കർത്താവിന്റെ മേശയുടെ അനുഷ്ഠാനത്തിനായി ഏൽപ്പിക്കപ്പെടരുത്. ഇന്ന് പകലിൽ അപ്പം ഭക്ഷിക്കുന്നതിൽ കൂടി കടമ തീർന്നിട്ടില്ല കേട്ടോ. വീഞ്ഞു കുടിക്കുന്നതിൽ കൂടി കടമ തീർന്നിട്ടില്ല. ഓർമ്മയുടെ ശുശ്രൂഷയിൽ ഇന്ന് പകലിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ
ആപാദചൂടം തകർക്കപ്പെട്ട യേശു കർത്താവിന്റെ തിരുശരീരത്തെ ഇന്ന് പകലിൽ ഹൃദയ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് കണ്ണു നനഞ്ഞ് ധ്യാനത്തോടെ ഇന്ന് പകൽ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനും ആത്മതലത്തിലും ഒരു അസാധാരണ ദൈവകൃപയുടെ ചലനം വെളിപ്പെടുത്തുവാൻ, യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന് എവിടെയെങ്കിലും മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയുണർത്തുന്നയപ്പം, ചൊരിയപ്പെട്ട രക്തത്തിന്റെ ഓർമ്മയുണർത്തുന്നയപ്പം ഇന്ന് പകൽ ഇവിടെ നിന്ന് നമ്മെ ഓർപ്പിക്കുന്നു. നിന്നെ നീയാക്കാൻ തകർക്കപ്പെട്ട ദൈവപുത്രനെ ഇന്ന് പകൽ ഓർക്കുക. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ആഹാ